78ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് നമ്മുടെ ഭാരതം ബഹുസ്വര മതേതര രാഷ്ട്രം എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് മതങ്ങളുടെ ഈറ്റില്ലമാണ് നമ്മുടെ ഈ ഭാരതം. ഒരുപാട് മതങ്ങൾക്ക് ജന്മം നൽകിയ, ഒരുപാട് മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച, ഒരുപാട് രാഷ്ട്രീയ ആശയങ്ങൾക്ക് പിന്തുണ നൽകിയ മണ്ണാണ് നമ്മുടെ ഈ മണ്ണ്. അബ്ദുൾ സമദാനി എന്ന് പറയുന്ന ഒരു പ്രസംഗകന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത് ശങ്കരാചാര്യന്റെ മണ്ണാണ്, കപില മഹർഷിയുടെ മണ്ണാണ്, തുഗ്ലക്കിന്റെ, തുളസീദാസിന്റെ, നിസാമുദ്ദീന്റെ, മൊയ്തീന്റെ മണ്ണാണ് ഇത് വേദവ്യാസന്റെ, വാൽമീകിയുടെ മണ്ണാണ് ഈ മണ്ണ്. അതുകൊണ്ട് അദ്ദേഹം ഇതിനെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുക. ഈ ഇന്ത്യയിൽ ജനിക്കാൻ കഴിഞ്ഞതാണ് നമുക്ക് ലഭിച്ച ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗം, നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യം. ഈ സ്വാതന്ത്ര്യം വെറുതെ നമ്മുടെ അടുക്കലേക്ക് വന്നതല്ല. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചത്, പാരതന്ത്ര്യത്തിന്റെ ഉരുക്ക് ചങ്ങലകളിൽ പുഴുക്കളെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഈ പോർവഴികളിലെല്ലാം ചെഞ്ചോര കൊണ്ട് അടയാളപ്പെടുത്തി രക്തസാക്ഷികളുടെ നിണമൊഴുകിയ മണ്ണാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് ധീരദേശാഭിമാനികളുടെ, രക്തസാക്ഷികളുടെ കണ്ണുനീരിന്റെ, രക്തത്തിന്റെ, ജീവന്റെ വിലയുണ്ട് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്. ചെറുതല്ല. നമ്മളിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ നമുക്ക് അവസരം കിട്ടിയത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയത് ചെറുതല്ല. ഒരുപാട് മരണങ്ങൾ ഇതിനോടകം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനകത്ത് നടന്നിട്ടുണ്ട്. അതിൽ പ്രസക്തമായ 3 മരണങ്ങൾ: 1 ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കൊലയും, 2 ഇവിടെ തിരൂരിൽ നടന്ന വാഗൻ ട്രാജഡിയും, 3 ചൗരി ചൗര സംഭവമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചു കളഞ്ഞ 3 സംഭവങ്ങൾ. എന്താണ് ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്? അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഒരു നിയമം പാസാക്കി, റൗലറ്റ് ആക്ട് എന്ന് അതിന്റെ പേര്. എന്താ റൗലറ്റ് ആക്ട്? വിചാരണ കൂടാതെ ഒരുവനെ തടവിലാക്കാനും അവന് ശിക്ഷ വിധിക്കാനും ബ്രിട്ടീഷ് ഗവൺമെന്റിന് കഴിയും. അങ്ങനെ ഒരു നിയമം പാസാക്കിയ ഘട്ടത്തിൽ അത് മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണെന്ന് കണ്ടെത്തി മഹാത്മജി ആഹ്വാനം ചെയ്ത സമരത്തിനകത്ത് നിരവധി ആളുകൾ അണിനിരന്നു. അങ്ങനെ നിരായുധരായ ഒരു കൂട്ടം ആളുകൾ പഞ്ചാബിലെ അമൃതസറിലെ ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന കെട്ടിയടയ്ക്കപ്പെട്ടൊരു മൈതാനത്ത് അവരെല്ലാം കൂടെ വന്നുകൂടി. നിരായുധരായ ഒരു സംഘം ആളുകൾ, 10,000-ത്തിലധികം വരുന്ന ആളുകൾ ജാലിയൻ വാലാബാഗിന്റെ മൈതാനത്ത് ഒത്തുകൂടി അവർ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി: റൗലറ്റ് നിയമം പിൻവലിക്കണം. ഒറ്റ വാതിൽ മാത്രമേ ആ മൈതാനത്തിന്, ആ കോട്ടയ്ക്കുള്ളൂ. ആ ഒരു വാതിലും അടച്ചിട്ട് ആ ജനത്തിന്റെ പിന്നിൽ ആ വാതിലിൽ നിരന്നു നിന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാര് 10 മിനിറ്റ് നേരം നിർത്താതെ നിറയൊഴിച്ചു. സ്ത്രീകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പിന്തിരിഞ്ഞോടാൻ കഴിയില്ല. കുഞ്ഞുങ്ങളെ മാറോടടക്കി പിടിച്ച് അമ്മമാര് ഈ ബ്രിട്ടീഷ് തീതുപ്പുന്ന തോക്കിന്റെ മുൻപാകെ നിന്ന് ചോര ചീന്തി മേടിച്ചു തന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. തീർന്നില്ല. മലബാറിൽ സംഭവിച്ച മാപ്പിള ലഹള എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മലബാർ വിപ്ലവം എന്നും വിളിക്കുക അതിനെ. അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതിന് ഏകദേശം 500ഓളം വരുന്ന ആളുകളെ തടവിലാക്കി. അതിൽ 100-ലധികം ആളുകളെ അവർ കോയമ്പത്തൂരിലെ ജയിലിലേക്ക് മാറ്റുമ്പോൾ, തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് അവരെ മാറ്റുന്നത് അന്നത്തെ ചരക്ക് ട്രെയിനിനകത്ത്. അതിന് വാഗൻ ട്രാജഡി എന്നാ വിളിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? കാറ്റ് കടക്കാത്ത, വെളിച്ചം കടക്കാത്ത ഈ ചരക്ക് ട്രെയിനിന്റെ ബോഗിക്കകത്ത് അവരെ ഇട്ട് അങ്ങ് കോയമ്പത്തൂര് വരെ കൊണ്ടുപോകുമ്പോ തിരൂരിനപ്പുറം, ഷൊർണൂറിനപ്പുറം കടക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ ശ്വാസം മുട്ടി ആ ക്കകത്ത് 100-ലധികം വരുന്ന ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോ ചൗരി ചൗര സംഭവമുണ്ട്. മാർച്ച് ചെയ്തു വന്ന പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തു വന്ന 500-ലധികം കർഷകർക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം നിറയൊഴിച്ചൊരു ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഹൃദയരക്തം കൊണ്ട് എഴുതിയ ഇന്ത്യയിലാണ് നാം നിൽക്കുന്നത്. അവരുടെ രക്തം വഴിഞ്ഞൊഴുങ്ങിയ മണ്ണിലാണ് നാം ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, ജാലിയൻ വാലാബാഗിൽ മരിച്ച 2000-ത്തിലധികം ആളുകൾ, ഇങ്ങ് വാഗൻ ട്രാജഡിയിൽ മരിച്ച 100 കണക്കിന് വരുന്ന ആളുകൾ, ചൗരി ചൗര സംഭവത്തിൽ മരിച്ച 300 കണക്കിൽ വരുന്ന ആളുകൾ, അവരുടെ മരണം, അവരുടെ രക്തം ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വഴിവെച്ചപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നൊരു വചനമുണ്ട്:
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, കേവലം ഭാരതത്തിന് വേണ്ടിയിട്ടല്ല, ഏഷ്യ ഭൂഖണ്ഡത്തിന് വേണ്ടിയിട്ടല്ല, ലോകത്തിന്റെ 7 വൻകരകളിലും മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ആത്മീയ സ്വാതന്ത്ര്യം യേശുക്രിസ്തു ക്രൂശിൽ വരിച്ച മരണത്തിന്റെ ആനുകൂല്യമാണ്. ഇന്ന് ഇഹത്തിലും പരത്തിലും ഒരുപോലെ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ എനിക്ക് കൃപ തന്നത് എനിക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുകപ്പെട്ട യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമാണ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള ചില വേദഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി വായിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള ചില വേദഭാഗങ്ങൾ. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നു, ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഈ അനുഗ്രഹീത വചനഭാഗത്തിന്റെ ചിന്തകളിലേക്കാണ് പരിമിതമായ സമയത്തിനകത്ത് നാം കടന്നു പോകുന്നത്. സാധാരണയായി ഈ വചനഭാഗം ഇവിടെ വായിച്ചു കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ചെറിയ ആശങ്കയും ചെറിയൊരു പേടിയൊക്കെ വന്നു കൂടിയിട്ടുണ്ട്. പാസ്റ്റർ, ഇത് സുവിശേഷ യോഗത്തിനൊന്നും വായിക്കാൻ പറ്റിയൊരു വചനഭാഗമല്ല, നമ്മൾ മരണ വീട്ടിൽ മാത്രം വായിക്കുന്ന, ഇനി അഥവാ എങ്ങാനും അറിയാതെ വായിച്ചു പോയാൽ മരിക്കുമോ എന്ന് പേടിക്കുന്ന ആളുകൾ വരെയുണ്ട്. അങ്ങനെ മരിക്കത്തില്ല, പേടിക്കണ്ട. ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം മരിച്ചവരുടെ പ്രത്യാശയായ പുനരുത്ഥാനത്തെ കുറിച്ച്, ക്രിസ്തീയ പ്രത്യാശയുടെ നങ്കൂരത്തെ കുറിച്ച് വിശദീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ്. ഈ 15-ാം അധ്യായത്തിൽ 4 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം അതിന്റെ 12-ാമത്തെ തിരുവെഴുത്ത്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? രണ്ടാമത്തെ ചോദ്യം 28, 29, 30 വാക്യങ്ങളിൽ, മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? മൂന്നാമത്തെ ചോദ്യം 35-ാമത്തെ തിരുവെഴുത്ത്, പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നെന്നും ചോദിക്കുന്നു. ഒടുവിലത്തെയും 4-ാമത്തെയും ചോദ്യം 55-ാമത്തെ തിരുവെഴുത്ത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ഒരു താർക്കികന്റെ വൈദഗ്ധ്യത്തോടുകൂടെ പൗലോസ്ലീഹ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന ക്രിസ്തീയ പ്രത്യാശയുടെ അനുഗ്രഹീതമായ പ്രമേയം വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 15-ാം അധ്യായം. അതിലേക്ക് കടന്നു പോകുമ്പോ എന്തുകൊണ്ട് കൊരിന്ത് സഭ ക്രിസ്തീയ പ്രത്യാശയുടെ നങ്കൂരമായിരിക്കുന്ന പുനരുത്ഥാനം എന്ന് പറയുന്ന ഈ ആശയം ചോദ്യം ചെയ്തു? അത് മനസ്സിലാക്കണമെങ്കിൽ കൊരിന്തിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കണം. കൊരിന്ത് സഭയുടെ പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കണം. BC 46-ൽ അന്നത്തെ റോമൻ ഗവർണറായിരിക്കുന്ന ജൂലിയസ് സീസർ ഈ തകർന്നുപോയ പട്ടണത്തെ പണിതെടുത്ത് തന്റെ ഭാര്യയുടെ പേരാണ് കൊളോണിയ ലോസ് ജൂലിയ കൊരിന്തസ് എന്ന് നാമകരണം ചെയ്തു ഈ പട്ടണത്തെ. പിന്നീട് അത് കൊരിന്ത് എന്ന് ലോപിക്കപ്പെട്ടു. ആ പട്ടണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ പച്ച മ്ലേച്ഛതകളുടെ ഉല്ലസിത നഗരമെന്നാ പഠിക്കാൻ കഴിയുന്നത്. ഒരു സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉയരത്തിലുള്ള അഫ്രോഡൈറ്റ് ദേവതയുടെ ക്ഷേത്രത്തിനകത്ത് നിന്ന് പരസ്യമായി വേശ്യാവൃത്തി നടത്തുന്ന 1000-ലധികം ദേവദാസിമാരുണ്ടായിരുന്ന ഒരു സിസ്റ്റം ഈ കൊരിന്തിനകത്തുണ്ടായിരുന്നു. ആ കൊരിന്തിലേക്കാണ് ദൈവനിയോഗത്താൽ വൈജ്ഞാനിക നഗരമായിരിക്കുന്ന അഥേനയിലെ അരയോപക കുന്നിലെ തന്റെ പ്രൗഢഗംഭീരമായ പ്രസംഗത്തിന് ശേഷം പൗലോസ്ലീഹ കാലെടുത്തു വെക്കുന്നത്. ആ ഭാഗം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഞാനൊന്ന് വിശദീകരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് കൊരിന്ത് സഭയുടെ സ്ഥാപനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്ന പൗലോസ് അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. അടുത്ത വാചകം, യഹൂദന്മാർ എല്ലാവരും
റോമാ നഗരം വിട്ടുപോകണമെന്ന ക്ലൗദിയോസ് കൈസറുടെ ആജ്ഞ മുഖാന്തരം അക്കില്ലാസും പ്രിസ്കില്ലയും കൂടെ അവർ റോമാ നഗരം വിട്ട് കൊരിന്തിൽ വന്നു. അവിടെ രണ്ടു വാക്യം ചേർത്ത പറയുന്നത്, പൗലോസ് അഥേന വിട്ട് കൊരിന്തിൽ വന്നു, അക്കില്ലാസും പ്രിസ്കില്ലയും റോമാ നഗരം വിട്ട് കൊരിന്തിലേക്ക് വരുന്നു. അവരെ സംബന്ധിച്ച്, ആ കുടുംബത്തെ സംബന്ധിച്ച് ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വേഗത്തിൽ മുൻപിലേക്ക് വരാം. ആ കുടുംബം റോമാ നഗരത്തിൽ നല്ലൊരു ബിസിനസ് ചെയ്ത് ഒന്ന് പച്ചപിടിച്ചു വന്ന കുടുംബം അക്കില്ലാസിന്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം. കൂടാരപ്പണി എന്ന് പറയുന്ന അത്ര മോശമായ തൊഴിലൊന്നുമല്ല. പക്ഷെ പെട്ടെന്നാണ് അവിടുത്തെ രാജസന്നിധിയിൽ നിന്ന് കൽപ്പന വരുന്നത്, യഹൂദന്മാരാരും ഇനി റോമാ നഗരത്തിനകത്ത് തുടരേണ്ട. എന്തൊരു തിരിച്ചടിയാണ്! ഒന്ന് പച്ചപിടിച്ചു വന്നപ്പോ, ഒന്ന് നിലനിന്ന് വന്നപ്പോ അവിടെ നിന്ന് പുറത്തു പോകണം എന്നൊരു രാജകീയ കൽപ്പന വരുന്നു. വളരെയധികം ദുഃഖത്തോടെ, വേദനയോടെ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് പുതിയൊരു ബിസിനസ് ഇടം തേടി നഗരത്തിലേക്ക് ചുവടെടുത്ത് വെക്കുമ്പോ ഹൃദയത്തിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കർത്താവേ, എന്തുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇങ്ങനെ പുറത്താക്കപ്പെടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലച്ചിരിക്കാത്ത നേരത്ത് ഞങ്ങൾക്ക് ഈ റോമാ നഗരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ഗതികേട് വന്നത്? അങ്ങനെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോഴാണ് വചനം ഇവിടെ പറയുന്നത്, പൗലോസ് അഥേന വിട്ട് കൊരിന്തിൽ വന്ന അതേ നാഴികയിൽ തന്നെ ഈ ദമ്പതിമാരും കൊരിന്തിലേക്ക് വന്നു. രണ്ടു വചനം ചേർത്ത് വെച്ച് പഠിക്കുന്ന പരിശുദ്ധാത്മാവിൽ അത് വായിക്കുന്ന ആർക്കും മനസ്സിലാകും, അക്കില്ലാസ് പ്രിസ്കില്ല ദമ്പതികൾക്ക് ഏറ്റ തിരിച്ചടി അത് അകാരണമല്ല, അത് ആകസ്മികമല്ല. കൊരിന്തിൽ ദൈവസഭയുടെ നട്ടെല്ലാകാൻ വേണ്ടി, പൗലോസ് ശ്ലീഹയുടെ ശുശ്രൂഷയ്ക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ആ കുടുംബത്തെ റോമാ നഗരം വിട്ടുപോകാൻ, പുറത്തു പോകാൻ കൽപ്പിച്ചത് ക്ലൗദിയോസ് കൈസറുടെ ആജ്ഞയല്ല, അതിനുമപ്പുറം സ്വർഗീയ രാജാവിന്റെ ആണിപ്പഴുതേറ്റ കരത്തിന്റെ നിയോഗമാണ് അവരെ ചലിപ്പിച്ചതെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോ കുടുംബ ജീവിതത്തിനകത്തോ ബിസിനസ് ജീവിതത്തിനകത്തോ ആകസ്മികമായ തിരിച്ചടി നേരിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നെന്ന ചോദ്യവുമായിട്ടാണ് ഇന്ന് രാത്രി നിങ്ങൾ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഒരു കാര്യം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജീവിതത്തിൽ നടക്കുന്നത് പിശാച് അണിയറയിൽ മെനഞ്ഞൊരുക്കിയ തന്ത്രങ്ങളുടെ ആവിഷ്കരണമല്ല, പൈശാചികന്റെ ആഗ്രഹങ്ങളുടെ നിവർത്തീകരണവുമല്ല, എന്നെ കുറിച്ചുള്ള ദൈവപദ്ധതിയുടെ നിർണയങ്ങളുടെ ചുവടുവെപ്പുകളുടെ ആ അടയാളങ്ങളാണ് ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും കാണുന്നത്. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആ കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. നിസ്സാരമല്ല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും ഓരോ മൂവുകളും. അവരെ സംബന്ധിച്ച് അവർ നിലച്ചിരിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പക്ഷേ കാലചക്രം മുമ്പോട്ട് ചലിച്ചപ്പോ അവർക്ക് മനസ്സിലായി, ആകസ്മികമല്ല, അകാരണമല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ ചലനങ്ങൾക്ക് പിന്നിലെന്ന്. ഇന്ന് രാത്രിയിലും ഭാരത്തോടെ സങ്കടത്തോടെ നിങ്ങൾ ഇരിക്കണ്ട. ഒരിടത്തു നിന്ന് ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുന്നത് പോലെ ഒറ്റ രാത്രി കൊണ്ട് കെട്ടും കെട്ടി ഓടേണ്ട ഗതികേട് വരുമ്പോ ഇന്ന് രാത്രി മറക്കണ്ട, അതിന്റെ പിൻപിൽ പിശാചിന്റെ കരമൊന്നുമല്ല. ദൈവത്തിന് നിങ്ങളുടെ സകല ചലനത്തിന്റെയും പിൻപിൽ ദൈവത്തിന് ഒരു നിയോഗമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോടൊരു ആലോചന പറയുക. അന്യദേശത്തേക്ക്, ആളറിയാത്ത ദേശത്തേക്ക് ചുവടുമാറ്റി പറിച്ചു നടപ്പെട്ടപ്പോ എന്തിനെന്നല്ലാത്ത വേദന ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെയും നിങ്ങളെ കൊണ്ട് സ്വർഗീയ രാജാവിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി അടിവരയിട്ട് ഒരിക്കൽ കൂടെ ഞാൻ ദൂതുറപ്പിച്ച് പറയുമ്പോ ഒന്നുകൂടെ കരമുയർത്തി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. അങ്ങനെ പൗലോസും ഈ ദമ്പതികളും ചേർന്നുകൊണ്ട് കൊരിന്തിൽ സഭയുടെ സ്ഥാപനം ആരംഭിക്കുക. കൊരിന്തിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ സ്ഥാപിതമായി. ആ സഭ പിന്നീട് വചനം പറയുന്നത്, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി, വചനത്തിൽ സമ്പന്നരായി, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരുന്ന സഭ എന്നാണ് കൊരിന്ത് സഭയെ കുറിച്ച് വചനം വിശദീകരിക്കുന്നത്. പക്ഷെ പിന്നീടുള്ള അധ്യായങ്ങളിൽ നാം മുമ്പിലേക്ക് പരിശോധിക്കുമ്പോൾ ആ സഭ അധാർമികമായി അധപ്പതിച്ചു പോയിരുന്ന നിലയില. 5-ാം അധ്യായത്തിലേക്കൊക്കെ കടക്കുമ്പോൾ, അല്ല 3-ൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ആത്മീയന്മാരോടെന്ന പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല, ജഡീകന്മാരോടെന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിശ്വാസികൾ തമ്മിലുള്ള കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായി, അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോലത്തെ ദുർനടപ്പുകൾ ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ വിഗ്രഹാർപ്പിതം തിന്നുന്ന ആളുകളുണ്ടായി. പല ചോദ്യങ്ങൾ അവർക്ക് സഭയ്ക്കകത്തു നുളവായി. ഇങ്ങനെ പല ചോദ്യങ്ങൾക്ക് പൗലോസ് ശ്ലീഹ ഉത്തരം നൽകുന്നുണ്ട്. ആ സഭ കടന്നുപോയ ധാർമ്മിക അധപ്പതനത്തിന് പല നിലകളിൽ പൗലോസ് ശ്ലീഹ മറുപടി നൽകുന്ന ഭാഗമാണ് നമ്മൾ അവിടെ കണ്ടത്. അങ്ങനെ താൻ മറുപടി നൽകുന്ന ആശയങ്ങളുടെ അകത്ത്, താൻ മറുപടി നൽകിയ വിഷയത്തിനകത്ത്, തന്റെ അധ്യായങ്ങളിൽ, തന്റെ ലേഖനങ്ങളിൽ ഏറ്റവും
നീളൻ അധ്യായം ഈ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായമാണ്. എന്തുകൊണ്ട് ഇത്ര നീളം, ഇത്ര വിശദീകരണം ഈ പ്രമേയത്തിന് അദ്ദേഹം നൽകിയത്? കാരണം അവർ പ്രസംഗിച്ചു വരുന്ന ഈ പ്രമേയം അത്ര ചെറുതല്ല അവതരിപ്പിച്ചു വരുന്നത്. എന്തുകൊണ്ടാ കൊരിന്തിൽ ഇങ്ങനെ പുനരുത്ഥാനം എന്ന ആശയം ചോദ്യം ചെയ്യപ്പെട്ടത്? രണ്ട് കാരണങ്ങൾ അതിന്റെ പിൻപിലുണ്ട്. ഒന്നാമത്തെ കാരണം, യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന സദൂക്യപക്ഷമാണ് പുനരുത്ഥാനത്തെ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സദൂക്യർ പുനരുത്ഥാനത്തെ ചോദ്യം ചെയ്യുന്നത്? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യന്മാർ യേശുവിന്റെ അടുക്കലേക്ക് വന്നൊരു ചോദ്യം ചോദിക്കുക. 7 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീ മരിച്ചുപോയി. പുനരുത്ഥാനം ചെയ്യുമ്പോൾ അവൾ ആരുടെ ഭാര്യയാകുമെന്ന ചോദ്യം. അപ്പൊ അവരുടെ ഉദ്ദേശം യേശുവിനെ കൊടുക്കുക എന്നുള്ളത്. കാരണം അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വചനം തുടങ്ങുന്നു, പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യന്മാർ. അവർ വന്ന് ചോദ്യം ചെയ്തു, ഇവൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആരുടെ ഭാര്യയാകും? അപ്പോ അവിടെ വചനം പറയുന്ന സദൂക്യർക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല. യേശു മരിച്ചെന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം, അതിലുള്ള പാപമോചനം വിശ്വസിക്കാം, അതിലുള്ള രോഗശാന്തി വിശ്വസിക്കാം, അതിലുള്ള ശാപ വിമുക്തി ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷെ മരിച്ചവർ ഉയർക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. എന്തുകൊണ്ടാണ് സദൂക്യർ മരിച്ചവർ ഉയർക്കുമെന്ന് വിശ്വസിക്കാത്തത്? കാരണം മറ്റൊന്നുമല്ല, അവര് മോശയുടെ പഞ്ചഗ്രന്ഥം മാത്രം അംഗീകരിക്കുന്ന യഹൂദപക്ഷമാണ്. മോശയുടെ പഞ്ചഗ്രന്ഥത്തിനകത്ത്, ആദ്യത്തെ 5 പുസ്തകത്തിനകത്ത് ഒരിക്കൽ പോലും മരിച്ചവർ ഉയർക്കുമെന്നുള്ള ഒരു വാക്കില്ലാത്തത് കൊണ്ടാണ് സദൂക്യപക്ഷം മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തത്. 2, ആ സഭയിൽ ഉണ്ടായിരുന്ന ഒരു ജ്ഞാന വിഭാഗമാണ് എപ്പിക്യൂരിയൻ തത്വചിന്താഗതിക്കാർ. എന്താണ് എപ്പിക്യൂരിയനിസം? അവർ പറയുന്നു, തിന്നുക, കുടിക്കുക, നാളെ നാമും ചാകും. ഈ ലോകം ആനന്ദിക്കാനുള്ളതാ. ഇന്നത്തെ തലമുറയുടെ അടിപൊളി ഭാഷയിൽ പറഞ്ഞ് ഇത് എൻജോയ് ചെയ്യാനുള്ളതാണ്. ലൈഫ് എൻജോയ് ചെയ്തോണം, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ എപ്പിക്യൂരിയൻ ഫിലോസഫി പറഞ്ഞത് തിന്നുക, കുടിക്കുക, നാളെ നാമും ചാകും, ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമില്ല. അപ്പൊ ഈ കൊരിന്ത് സഭയ്ക്കകത്ത് ഈ സദൂക്യപക്ഷവും എപ്പിക്യൂരിയൻ തത്വചിന്താഗതിക്കാരും പറഞ്ഞു, മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവർക്ക് മറുപടിയാണ് ഈ 4 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളിലൂടെ പൗലോസ് ശ്ലീഹ വിശദീകരിക്കുന്നത്. ഞാൻ വേഗത്തിൽ അതിലേക്ക് കടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇത്രയധികം പരാമർശിക്കപ്പെട്ടത്? ഈ പ്രസംഗ വിഷയം ചെറിയ പ്രസംഗ വിഷയമല്ല. കാരണം സഭയുടെ സ്ഥാപനം നിങ്ങൾ പരിശോധിക്കണം. അവർ യേശു മരിച്ചു എന്ന് മാത്രമല്ല അവർ പ്രസംഗിച്ചു തുടങ്ങിയത്, അവൻ മരണത്തെ ജയിച്ചുയർത്തു എന്നാണ് അവർ പ്രസംഗിച്ചത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് സഭയുടെ ആദ്യത്തെ 4 പ്രസംഗം പരിശോധിക്കുമ്പോൾ, 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം, പ്രവൃത്തികളുടെ പുസ്തകം, കെട്ടിഞ്ഞാന്ന് ചത്ത യൂദയ്ക്ക് പകരം ഒരു ശിഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ അവര് കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യം, അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കണം. അവര് പറഞ്ഞത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുതയ്ക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് മദ്യാസിനെ തിരഞ്ഞെടുത്തത്. യെരൂശലേമിൽ അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗം 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിനകത്ത് അവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയുന്ന വാക്ക്, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറച്ചു കൊന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു, ദൈവമോ മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ സഭ ഒരു ശിഷ്യനെ തിരഞ്ഞെടുത്തത് പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കാൻ. 1-ാമത്തെ പ്രസംഗത്തിൽ പത്രോസിന്റെ പ്രധാനപ്പെട്ട പ്രമേയം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനി 2-ാം പ്രസംഗം ശലോമോന്റെ മണ്ഡപത്തിലാ. 3-ാം അധ്യായം 14-ാം വാക്യം അതിനകത്ത് പറയുന്നു, ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. അപ്പൊ അവര് പറഞ്ഞു വന്നത്, 1-ാം പ്രസംഗം ഒരു ശിഷ്യനെ തിരഞ്ഞെടുത്തത് പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയാൻ. 1-ാം പ്രസംഗത്തിൽ അവരുടെ പ്രമേയം പുനരുത്ഥാനം, 2-ാം പ്രസംഗത്തിൽ അവരുടെ പ്രമേയം പുനരുത്ഥാനം, 3-ാം പ്രസംഗം മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്ത് നിന്നുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുക. അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതേ മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് വെച്ചാണ് ഏകദേശം 40-50 നിമിഷത്തിന് മുമ്പ് യേശുവിനെ അറിയാമോ എന്ന് പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് പ്രാകുകയും, നമ്മുടെ ഭാഷ പറഞ്ഞു, ഏതാണോ യേശു എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ടൊരു സമാധാനമില്ലല്ലോ. പ്രാഗി എന്നാ പറയുന്നത് കർത്താവിനെ അവിടെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇവൻ ഏതാ ഇവനെന്ന് ചോദിച്ച അവിടെ ഒന്ന് മഹാപുരോഹിതന്റെ അരമന മുറ്റത്ത് വെച്ച് 3 പ്രാവശ്യം യേശുവിനെ
ആണയിടുകയും പ്രാകുകയും തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ കാലചക്രം മുന്നോട്ട് ചലിച്ചപ്പോ ഏത് മഹാപുരോഹിതന്റെ അരമന മുറ്റത്ത് വെച്ച് യേശുവിനെ തള്ളിപ്പറഞ്ഞു, അതേ പുരോഹിതന്റെ അരമനയ്ക്കകത്ത് കയറി നിന്ന് നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് തന്റെ ഇടത്തോടെ പറയാൻ പത്രോസിന്റെ മേൽ വ്യാപരിച്ചത് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുന്നവരോട് പറയാം, എവിടെ പരാജയപ്പെട്ടു പോയോ, എവിടെ തളർന്നു പോയോ, എവിടെ തകർന്നു പോയോ, എവിടെ അടിഞ്ഞു പോയോ, അവിടെ തന്നെ ഉയർത്തി നിർത്തി നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കരുത്ത് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേലും ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ ഒരു ചലനം ഉണ്ടാകും. സ്തോത്രം. ആ കരമുയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാം. 4-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം പരിശോധിക്കുമ്പോൾ വചനം പറയുന്നത്, അവർ മഹാശക്തിയോടെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. 4-ാം അധ്യായത്തിലും വരുമ്പോ അവരുടെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം പുനരുത്ഥാനം എന്നുള്ളതാ. 4-ാം പ്രസംഗം സന്യദ്രീം സംഘത്തിൽ 5-ാം അധ്യായം 30-ാം വാക്യം, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഞാൻ പറഞ്ഞത് ആദിമസഭയുടെ ആദ്യ 4 പ്രസംഗം പരിശോധിക്കുമ്പോൾ ആ പ്രസംഗത്തിലെല്ലാം പരാമർശിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. യേശു മരിച്ചെന്ന് മാത്രമല്ല, അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റു. എന്നിട്ട് പൗലോസ്ലീഹ ഈ 15-ാം അധ്യായത്തിനകത്ത് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. ഏതെങ്കിലും മരിച്ച മഹാത്മാവിന്റെ കല്ലറയ്ക്ക് മുൻപിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഘം ആളുകളല്ല ഞങ്ങൾ. മരണത്തെയും പാതാളത്തെയും ജയിച്ചുയർത്ത് സദാ ജീവിക്കുന്ന യേശുവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന, അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സംഘമാണ് ഞങ്ങൾ എന്ന അഭിമാനത്തോടെ പറയുന്നവർ ഈ രാത്രിയിലും ആ കാര്യങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോ ആദിമസഭയുടെ ആദ്യ 4 പ്രസംഗം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ക്രൂശിന് പ്രാധാന്യം കൊടുത്തതിലുപരി അവർ ഈ പുനരുത്ഥാനം എന്ന വിഷയത്തിന് പ്രാധാന്യം കൊടുത്തത്? ഒരു മറുപടി ഞാൻ പറയാം. എവിടെല്ലാം പുനരുത്ഥാനം പ്രസംഗിച്ചോ അവിടെല്ലാം പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്. എന്താ പുനരുത്ഥാനത്തിന്റെ ശക്തി? പൗലോസിന്റെ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിനകത്ത് ഒരു പ്രാർത്ഥനയുണ്ട്, നിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും നിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പൗലോസിനോട് ഒരു ചോദ്യമുണ്ട്. പൗലോസേ, ഞാനാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് 5 അപ്പവും 5000 ആക്കിയ ശക്തി അറിയാനും വെള്ളം വീഞ്ഞാക്കിയ ശക്തി അറിയാനും ഒക്കെ പ്രാർത്ഥിക്കത്തുള്ളൂ. എനിക്ക് വേണ്ടത് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ എല്ലാം മനസ്സവിടെ നിൽക്കുക. പക്ഷേ പൗലോസ് പ്രാർത്ഥിച്ചത്, എനിക്ക് ലാസറിന്റെ കല്ലറയ്ക്കൽ നടന്നത് അറിയണ്ട, 5 അപ്പം 5000 ആക്കിയെടുത്ത് നടന്ന ശക്തിയെക്കുറിച്ച് എനിക്കറിയണ്ട, വെള്ളം വീഞ്ഞാക്കിയെടുത്ത് വർദ്ധിക്കപ്പെട്ട ശക്തിയെക്കുറിച്ച് എനിക്കറിയണ്ട. എനിക്കറിയേണ്ടത് അടച്ചു വെച്ചിരുന്ന നിർജീവമായ കല്ലറയ്ക്കകത്ത് പുറത്തു വരിക എന്ന ശബ്ദമില്ലാതെ, ആരും പുറത്തു നിന്ന് കരം പിടിക്കാതെ ബന്ധിക്കപ്പെട്ട ആ കല്ലറയ്ക്കകത്ത് ചേതനയറ്റ ശരീരത്തിന്മേൽ പരിവർത്തിച്ച ആ ശക്തിയെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഏതടഞ്ഞ വിഷയത്തെ തുറക്കാൻ കഴിയുന്ന, ഏത് ചലനമില്ലാത്ത വിഷയത്തെ ചലിപ്പിക്കാൻ കഴിയുന്നുവെന്നാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ വിഷയങ്ങളുടെ അകത്ത് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി ചലിക്കും. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചെടുത്തൊക്കെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ആ ഉയർപ്പിന്റെ ശക്തി ചലിക്കുന്ന ഒരു രാത്രിയായി ഇത് മാറുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എവിടെല്ലാം പുനരുത്ഥാനം പ്രസംഗിച്ചോ അവിടെയെല്ലാം പുനരുത്ഥാനത്തിന്റെ ശക്തി ചലിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാ ഇന്ന് രാത്രി ഇത്ര ഗൗരവമായി പുനരുത്ഥാനത്തെ കുറിച്ച് ഞാൻ പറയുന്നത്? പ്രസംഗിക്കാൻ എത്രയോ വിഷയങ്ങളുണ്ട്. ഇത് പറയുന്ന കാര്യം, ഒരുപക്ഷെ ഇന്ന് രാത്രി ഞാൻ മടങ്ങി പോകുമ്പോ ഈ യാത്ര എന്റെ അന്ത്യയാത്രയാകാം. ഇന്ന് രാത്രി ഞാൻ കഴിക്കുന്ന അത്താഴം എന്റെ അന്ത്യത്താഴമാകാം. ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടക്ക എന്റെ മരണക്കിടക്കയാകാം. പക്ഷേ എന്നെ ഭരിക്കുന്ന ഒരു പ്രത്യാശ, ഈ മണ്ണിൽ എന്റെ കണ്ണടഞ്ഞാൽ കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും
ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ അങ്ങനെ ഭാഗ്യകരമായ നൈമിഷികമായ ഏതെങ്കിലും ഭൗമികമായ പ്രത്യാശയിലേക്കല്ല ക്രിസ്തു സഭയെ അവൻ വിളിച്ചിട്ടുള്ളത്. ഈ ഗോളാന്തരങ്ങൾ കടക്കുന്ന നിത്യജീവന്റെ ഒരു പ്രത്യാശയിലേക്കാണ് വിശുദ്ധ സഭയെ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മുഖാന്തരം വിളിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ മേഖല ഒരു കാത്തലിക് മേഖല ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒപ്പീസിന്റെ ഒരു വരിയുണ്ട്. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. നേരം വൈകിയപ്പോ മാലാഖ വന്നു, ഞാൻ നിന്നെ കൊണ്ടുപോവുക. അടുത്ത വരി, കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്ന് സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. പുള്ളിക്കാരൻ പേടിച്ചോട്ട് ചോദിച്ചു, നല്ലപോലെ പേടിച്ചു പോയപ്പോ ചോദിച്ചു, ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ, ഏതായാലും എന്നെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കാം, ഞാനൊന്ന് ഒരുങ്ങട്ടെ. അടുത്ത വരി, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ, നാഥാതീതാൻ അവലംബം. ആ പ്രാർത്ഥന കേട്ടില്ല. ഇന്ന് രാത്രി ഈ ശബ്ദസീമയ്ക്കകത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട്, ഇന്ന് രാത്രിയാണ് മരണത്തിന്റെ മാലാഖ നമ്മളെ തേടി വരുന്നതെങ്കിൽ, മരണത്തിന്റെ മഞ്ചം എന്റെ ഭവനത്തെ തേടി വരുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഈ അങ്കണത്ത് നിരന്നിരിക്കുന്ന ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങൾ മരണത്തെ ഭയപ്പെടുന്നവരല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിക്കുന്ന ഒരു സംഘമായി ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് മരണത്തിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. ഇന്ന് രാത്രി ഈ ദേശത്തോട് വിളിച്ചറിയിക്കുന്നത്, മരണത്തെ ഭയപ്പെടാത്ത, മരണത്തെ സധൈര്യം നേരിടുന്ന ഒരു സംഘമുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയാണ്. സ്തോത്രം. അപ്പൊ ഇത്ര ഗൗരവമായ, ഇത്ര ഭാഗ്യകരമായ ഈ പ്രത്യാശയാണ് കൊരിന്ത ലേഖനത്തിനകത്ത് ചോദ്യം ചെയ്ത് ഞാനത് വേഗത്തിൽ വിശദീകരിച്ചു വരാം. ഇപ്പൊ പൗലോസ് പറഞ്ഞു, മരിച്ചവർ ഉയർക്കും, മരിച്ചവർ ഉയർക്കും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആദ്യത്തെ പ്രതിവാദം, അത് യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ സഹോദര? ഇപ്പൊ പൗലോസ് ഒന്നാമത് ചോദിക്കുന്ന ചോദ്യം 15:12 യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അവര് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റിട്ടൊന്നുമില്ല, ഇവര് ചുമ്മാ കള്ളക്കഥയായിട്ട് ഇറങ്ങിയേക്കുക. അപ്പൊ അത് പറഞ്ഞപ്പോ അതിന് തെളിവ് കൊടുക്കണമല്ലോ. 15-ാം അധ്യായത്തിനകത്ത് ആദ്യത്തെ 12 വാക്യത്തിനകത്ത് 3 ഘട്ട തെളിവുകളാണ് പൗലോസ്ലീഹ നിരത്തി വെക്കുന്നത്. ഒന്നാമത് അവൻ പറയുന്നത്, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ ഒന്നാമത്തെ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് തെളിവ് തിരുവെഴുത്താണ്. ഞാൻ പറയാം, തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഈ ഭൂമിയിലോട്ട് ജനിച്ചു വന്ന ആളൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഹൈ റേഞ്ച് ജനിക്കത്തില്ല എൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ. എല്ലാവരും പറയുന്ന പോലെ ഞാൻ അത്യാവശ്യം UK-യിലോ അയർലൻഡിലോ ഒക്കെ ജനിച്ചതിന് സുഖത്തിന് വേണ്ടിയിട്ട്, ഇവിടെ ജനിക്കത്തില്ലോ. ഇപ്പൊ ഞാൻ തീരുമാനിച്ചിട്ടല്ല, ഞാൻ എന്നാ തീരുമാനിച്ചു, ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ അണക്കരക്കരയിൽ പൂവത്താനിയിൽ വീട്ടിൽ തങ്കച്ചന്റെയും അമ്മണിയുടെയും മകനായിട്ട് ജനിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ന വർഷം ജനിച്ചേക്കാമെന്ന് തീരുമാനിച്ചു വന്നയാളല്ല ഞാൻ. ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ വന്നവരല്ല. നമ്മളൊക്കെ ജനിച്ചത് കൊണ്ട് ജീവിക്കുന്ന ആളുകളാ, അങ്ങനെ ജനിച്ച ആളുകളാ. പക്ഷെ യേശുവിന്റെ ജനനം അങ്ങനെയല്ല. അവന്റെ ജനനത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചു, അവൻ കന്യകയിൽ ജാതനാകും. കന്യകയിൽ ജാതനാകുമെന്ന് മാത്രമാണോ? അല്ല, അവൻ യഹൂദയിൽ ജനിക്കും. യഹൂദയിൽ ജനിക്കുമെന്ന് മാത്രമാണോ? യഹൂദയിൽ ബേത്ലഹേമിൽ ജനിക്കും. ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മാത്രമാണോ? അവൻ യഹൂദയിൽ ബേത്ലഹേം എഫ്രാത്തയിൽ ജനിക്കുമെന്ന് അവന്റെ ജനനം കൃത്യമായി ബൈബിൾ രേഖപ്പെടുത്തി. അവന്റെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു. അവൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ ശുശ്രൂഷിക്കുമെന്ന് ബൈബിൾ പറഞ്ഞു. അവൻ എങ്ങനെ മരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു. ദാവീദ് ആ കാഴ്ച കണ്ടിട്ട് പറഞ്ഞു, ഇതാ അവന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടിരിക്കുന്നു, അവന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, അവന്റെ അസ്ഥികളൊക്കെ എനിക്കെണ്ണാം. കുറച്ചുകൂടി അടുത്തു നിന്ന് യെശയ്യാവ് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ അങ്ങനല്ല, കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്നത് പോലെ അവൻ വിരൂപമായെന്ന് കുറച്ചുകൂടി അടുത്തു നിന്ന് കണ്ടിട്ട് പറഞ്ഞു. അവൻ എഴുതി വെച്ചു, അവൻ മരണ ദരിദ്രന്മാരോടുകൂടെ, അവന്റെ ശ്മശാനം അത് സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു. അപ്പൊ യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണമൊക്കെ
തിരുവെഴുത്ത് പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് അവൻ പറഞ്ഞത്, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ച് ജീവിച്ച് മരിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അവൻ ജനിച്ചത് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ സത്യമാണെങ്കിൽ, അവൻ ജീവിച്ചത് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ സത്യമാണെങ്കിൽ, അവൻ ക്രൂശിക്കപ്പെട്ടത് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ സത്യമാണെങ്കിൽ, അവൻ ഉയർത്തെഴുന്നേറ്റതിനും ഈ വിശുദ്ധ ബൈബിളാണ് സാക്ഷി. ഞങ്ങളൊരു നിർമ്മിത കഥ പറയുകയല്ല. അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഈ വിശുദ്ധ ബൈബിളാണ് സാക്ഷി. തീർന്നില്ലത്. ഒന്നാമത്തെ സാക്ഷ്യം വിശുദ്ധ തിരുവെഴുത്ത്. രണ്ടാമത്തെ സാക്ഷ്യം അവൻ പറയുന്നു, ഇനി അങ്ങനല്ല, തിരുവെഴുത്ത് മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട സാക്ഷികളുണ്ട്. ഏതാ സാക്ഷികൾ? വ്യക്തികളും സംഘങ്ങളുമുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. അതിനുശേഷം അപ്പോസ്തലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം 500-ലധികം സഹോദരന്മാർക്ക് അവൻ ഒരുമിച്ച് പ്രത്യക്ഷനായി. അവരിൽ ചിലരോ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഒടുവിൽ യാക്കോബിനും അപ്പോസ്തലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി. ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അപ്പൊ യേശുക്രിസ്തുവിന്റെ 12ഓളം വരുന്ന പുനരുത്ഥാനാനന്തര പ്രത്യക്ഷതകൾ നിരത്തിക്കൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു തെളിയിക്കുക. അതിനകത്ത് പൗലോസ് ഒളിപ്പിച്ചു വെച്ചൊരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. ഏതാ? ചിലരോ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. 500 പേര് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ വാക്കിന്റെ അർത്ഥം അതാ, ചിലരോ ജീവനോടിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളൊരു നിർമ്മിത കഥ പറയുകയല്ല. അത് പത്രോസ് കണ്ടിട്ടുണ്ട്, അത് 12 ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്, 500-ലധികം സഹോദരന്മാർ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അവരിൽ ജീവനോടിരിക്കുന്ന ആളുകളുണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട ആളുകളുണ്ട്. അവരോട് നേരിട്ട് ചോദിച്ചു നോക്കണം എന്നാണ് പൗലോസ് ലീഗ രണ്ടാമത്തെ തെളിവ് പറഞ്ഞത്. മൂന്നാമത്തെ തെളിവ്, ഈ ഭാഗത്തില്ലാത്തൊരു തെളിവ് ഞാൻ പറയാം. മൂന്നാമത്തെ തെളിവ്, ഈ കല്ലറവാതിക്കൽ നിന്ന് കല്ല് മാറിയിരിക്കുന്നതാണ്. അതെങ്ങനെ വലിയ തെളിവാകുന്ന? കല്ലറവാതിക്കൽ നിന്ന് കല്ല് മാറുന്നത് അത് തെളിവാകാൻ കാരണം, യേശുവിന് ഉയർത്തെഴുന്നേൽക്കാൻ കല്ലറവാതിക്കൽ നിന്ന് കല്ല് മാറേണ്ട ആവശ്യമില്ല. അതെന്താ ആവശ്യമില്ലാത്തത്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം നിങ്ങൾ പരിശോധിക്കുമ്പോൾ, യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടെ കഥ കടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. ഓട് പൊളിച്ചിട്ടില്ല, കഥവിൻ ചവിട്ടി പൊളിച്ചിട്ടില്ല. അവർ കഥ കടച്ച് വീട്ടിനകത്തിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. എന്ന് പറഞ്ഞാൽ ഈ ഖരപദാർത്ഥങ്ങളെ കടന്നു പോകാൻ കഴിയുന്ന സുതാര്യമായ ഒരു ശരീരം പുനരുത്ഥാനത്തിൽ യേശുവിനുണ്ടായിരുന്നു. അപ്പൊ ഈ കല്ലറയ്ക്കകത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ യേശുവിന് കല്ല് മാറ്റേണ്ട ആവശ്യമില്ല. ഈ കല്ല് മാറ്റാതെ തന്നെ ആ പുനരുത്ഥാന ശരീരത്തിന് സുതാര്യമായി കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വരാൻ കഴിയും. പിന്നെന്തിനാ ഈ കല്ല് മാറ്റിയത്? വീക്ഷിക്കുന്നവർക്ക് ഒരു അടയാളമാകാൻ വേണ്ടിയിട്ടാണ് ആ കല്ല് മാറ്റിയതെങ്കിൽ. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദൂത് പറയാം. ചിലത് തമ്പുരാൻ നിശബ്ദമായി ചെയ്യുമെങ്കിൽ ചിലത് അവൻ അടയാളത്തോടുകൂടെ ചെയ്യും. ഇന്ന് രാത്രി നിങ്ങൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പകയ്ക്കുന്നവർ കണ്ട് ലക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം തരാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് അവൻ നിശബ്ദമായി മാത്രം മറുപടികൾ തരുന്നവരല്ല. വീക്ഷിക്കുന്നവർക്ക് അടയാളമാകേണ്ടതിന് അത്ഭുതകരമായ ചില മറുപടികൾ കൊണ്ട് എന്റെ ജീവിതത്തെ അലങ്കരിക്കാൻ കർത്താവിന് കഴിയോ? കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തുതിച്ചു. അപ്പോ പൗലോസ് വിശദീകരിച്ചു വന്നത്, തിരുവെഴുത്തിന്റെ തെളിവുണ്ട്, ദൃക്സാക്ഷികളുടെ തെളിവുണ്ട്, കല്ലറവാതിക്കൽ നിന്ന് കല്ല് മാറിയ തെളിവുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് 12-ാം വാക്യം മുന്നോട്ട് പോകുമ്പോൾ ഇനി അത് ശ്രദ്ധിക്കുന്ന യഹൂദ മതവിഭാഗത്തോട് പൗലോസ് ഒരു തെളിവ് കൂടെ പറയുക. ഇത്രയും തെളിവുണ്ട് യേശു ഉയർത്തെഴുന്നേറ്റതിന്, ഒരു തെളിവ് കൂടെ പറയുക. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അത് യഹൂദനോട് പറഞ്ഞൊരു അടയാളമാണ്. എന്താ ഈ ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ? നമ്മൾ കൊടുക്കുന്ന വാഴക്കൊലയോ കാര്യങ്ങളോ ഒന്നും വലിയ ആദ്യഫലം എന്ന് പറഞ്ഞ യഹൂദന് വലിയ ആശയ പരിസരമുണ്ട്. അതിന് എന്താ യഹൂദന്റെ ആശയ പരിസരം? ആദ്യഫലത്തിന്റെ ഒരു വയൽ മുഴുവൻ വിളഞ്ഞു കഴിയുമ്പോൾ ആ വയലിനകത്തുനിന്ന്, ആ വയലിന്റെ ഒരു അറ്റത്തു നിന്ന് ഒരു പിടി കറ്റ കൊയ്തെടുത്ത് ആ കറ്റ മഹാപുരോഹിതന്റെ അടുത്ത് കൊണ്ട് ചെല്ലും. മഹാപുരോഹിതന്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ലേവ്യ പുസ്തകം പറയുന്നത് ഈ കറ്റ നീരാജനം ചെയ്ത് ഉദർച്ചാർപ്പണം ചെയ്യുമെന്ന വചനം പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ കറ്റ അന്തർമന്ദിരത്തിനകത്തേക്ക് ഈ കറ്റ കൊണ്ടുപോയി വെക്കും.
അന്തർമന്ദിരത്തിനകത്ത് വെക്കുന്ന ഈ കറ്റ അവൻ 2-3 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ മണിക്കൂർ കഴിയുമ്പോഴോ ഈ കറ്റ പുറത്തു കൊണ്ടുവന്നിട്ട് ഈ കറ്റ കരങ്ങളിൽ ഉയർത്തി ജനത്തെ ഇങ്ങനെ അഭിവാദ്യം ചെയ്ത് വീശും. എപ്പോൾ ഈ ആദ്യഫലക്കറ്റ തിരികെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉയരത്തിൽ വീശുമോ അപ്പോൾ മറ്റ് കറ്റകളെല്ലാം വയലിൽ ചെന്ന് കൊയ്തെടുക്കാം. ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, അവൻ ആദ്യഫലക്കറ്റയാണെങ്കിൽ ആദ്യഫലക്കറ്റ ഇന്ന് സ്വർലോക രാജ്യത്തിൽ വിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യഫലക്കറ്റ വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകുമ്പോൾ മരണമേ നിന്റെ ജയം എവിടെയൊന്ന് ചോദിച്ചുകൊണ്ട് പലയിടങ്ങളിൽ അടക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കല്ലറകൾ ഒരുമിച്ച് തുറക്കപ്പെട്ട് ഈ ആദ്യഫലക്കറ്റയുടെ അവസാന കറ്റകൾ കൊയ്തെടുക്കപ്പെടുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ പൊൻപുലരി നമുക്കുണ്ടാകാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ ആ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഒന്നാമത് അദ്ദേഹം വിശദീകരിച്ചു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അവൻ ആദ്യഫലക്കറ്റ കൂടിയാണ്. അവനിൽ വിശ്വസിച്ചവരും ഉയർത്തെഴുന്നേക്കാൻ പോകുന്നു. 2, ഒരു ചോദ്യം തിരിച്ച് പൗലോസ് അവരോട് ചോദിച്ചു. അതാണ് 27-ാം വാക്യത്തിലെ ചോദ്യം. മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഒരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വരും, ഉപദേശി മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കണം. അതല്ല ആ വാക്യത്തിന്റെ അർത്ഥം. കൊരിന്തിൽ റോമൻ മിസ്റ്ററി റിലീജിയന്റെ അകത്ത് മരിച്ചവർക്ക് വേണ്ടി ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇവിടെയും ഹൈന്ദവ മതത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ ആ കർമ്മം ചെയ്യാൻ വരുമ്പോൾ ചെയ്യുന്ന ഒരു ചടങ്ങ് ശുദ്ധീകരിച്ചിട്ട് കുളിച്ചിട്ട് അല്ലെങ്കിൽ ദേഹത്ത് വെള്ളമൊഴിച്ച ഈറനോടെ വന്നാണ് ആ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് അവർക്ക് വേണ്ടി അവർ ശുദ്ധീകരണം ഏൽക്കുന്നതല്ല, മരിച്ചവന് വേണ്ടി ശുദ്ധീകരണം ഏൽക്കുന്നതാണ്. റോമിലെ മിസ്റ്ററി റിലീജിയന്റെ ഭാഗമായി മരിച്ചവർക്ക് വേണ്ടി ശുദ്ധീകരണം ചെയ്യുന്ന ഒരു ചടങ്ങ് ഇവിടെ നിലനിന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, മരിച്ചവർ ഉയർക്കുന്നില്ല, മരണത്തിന് ശേഷം ഒന്നുമില്ല. അവരോട് തിരിച്ച് പൗലോസ് ചോദിക്കുകയാണ്, മരണത്തിന് ശേഷം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നു? മരണത്തിന് ശേഷം ഒന്നുമില്ലെങ്കിൽ എന്റെ സമൂഹത്തോട് ഞാൻ ചോദിക്കാം, എന്തുകൊണ്ട് നമ്മൾ അതിനുശേഷം അടിയന്തരം നടത്തുന്നു? എന്തുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു? എന്തുകൊണ്ട് ബലികൾ നടത്തുന്നു? എന്തുകൊണ്ട് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നു? അപ്പോ എല്ലാ മതങ്ങളും എല്ലാ ചിന്തകളും ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട്, മരണത്തിന് ശേഷം എന്തുകൊണ്ട്, മരണത്തിനപ്പുറം എന്തോ സംഭവിക്കാൻ പോകുന്നു. എന്താണെന്ന് ആർക്കും അറിയില്ല. മരണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ആ വസ്തുതയെക്കുറിച്ച് ഒരു ജനത്തിനും കൃത്യമായ വ്യക്തതകളില്ല. പക്ഷെ അവരെല്ലാം മരണാനന്തര കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും പൗലോസ് പറഞ്ഞു വന്നപ്പോ അവർ സമ്മതിച്ചു. ശരി ഉപദേശി, ഞങ്ങൾ സമ്മതിക്കാം, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കാം. അത് സമ്മതിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവരും മരണാനന്തര ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കാം. അതും സമ്മതിച്ചു. എന്നാലും ഞങ്ങൾക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്താ ചോദ്യം? അതാ 35-ാം വാക്യത്തിലെ നമ്മുടെ കുറിവാക്യത്തിലെ ചോദ്യം. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നെന്നും ചോദിക്കുന്നു. ആ ചോദ്യത്തിന് യുക്തിപരമായി ശാസ്ത്രപരമായി വളരെ പ്രസക്തിയുണ്ട്. അവർ ചോദിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശുവിൽ വിശ്വസിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും, ഇതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ മരിച്ചവൻ ഏത് ശരീരത്തോടെ വരും? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ വേഗത്തിൽ പറയാം, പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് മിക്കവാറും സെമിത്തേരി സെല്ലിൻ്റെ എണ്ണം കുറവാണ്. 3-4 സെല്ലൊക്കെ കാണത്തുള്ളൂ. ഇപ്പം എൻ്റെ പേര് ഞാൻ പറയും. ഇപ്പം എൻ്റെ വീട്ടുകാരുടെ പേരൊക്കെ പറയും. നിങ്ങൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കും എൻ്റെ പേരൊക്കെ ഞാൻ പറയും. അല്ല, നിങ്ങൾ പേടിക്കും, ഉപദേശി വന്നിട്ട് ഞങ്ങൾ തട്ടിപ്പോകും പറയും. അപ്പൊ ഇപ്പോ തങ്കച്ചായം മരിക്കുമ്പോൾ ആദ്യം ചെന്ന് തുറക്കുന്നത് എൻ്റെ വല്യപ്പൻ്റെ സേവ്യറച്ചായൻ്റെ കല്ലറയായിരിക്കും തുറക്കുന്നത്. കാരണം ഓരോരുത്തർ മരിച്ച നമ്മൾ ചെയ്യുന്ന സഭയിൽ ഒരു മരണം നടന്ന ചെയ്യുന്ന ഒരു കാര്യം ഏറ്റവും പഴയ സെല്ല് പോയി പൊട്ടിക്കുക എന്നുള്ളതാണ്. ഇത് പൊട്ടിച്ച് അതിനകത്തുള്ള എല്ലും പെട്ടി തലമുടിയും പല്ലും നഖവും എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത മൃതശരീരം നമ്മൾ അതിനകത്ത് അടക്കുന്നത്. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ സേവ്യറച്ചായനെ അടക്കിയതിനകത്ത് തന്നെ തങ്കച്ചായനെ അടക്കി, തങ്കച്ചായനെ അടക്കിയത് പിന്നെയും ക്ലീൻ ചെയ്ത് അതിനകത്ത് ജീനുവിനെ അടക്കി, ഇതിങ്ങനെ കഴിഞ്ഞ് അടക്കിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പ്രസംഗിക്കുക, കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. വെളിയിലുള്ളവർ ചോദിക്കും, ഉപദേശം നിങ്ങളത് ക്ലീൻ ചെയ്ത് കളഞ്ഞില്ലേ? പിന്നെ ആരോടാ നിങ്ങൾ പറയുന്നത് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്? ഈ കല്ലറയ്ക്കകത്തുള്ളത് നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞു, എന്നിട്ട് നമ്മൾ പ്രസംഗിക്കുക ഉയർത്തെഴുന്നേറ്റ് വരും.
ആ കല്ലറയ്ക്കകത്ത് അതിൻ്റെ എല്ല് പോയിട്ടൊരു പൊടി പോലുമില്ല. മണ്ണിനകത്താണ് അടക്കം ചെയ്തതെങ്കിലും മണ്ണിനകത്ത് അടക്കം ചെയ്താൽ 7 വർഷത്തിന് ശേഷം എല്ല് വരെ മണ്ണിൽ നാറി വളവാകും. അതിനകത്ത് ഒന്നും അവശേഷിക്കാൻ പോകുന്നില്ല. അപ്പൊ കൊരിന്തിൽ ശാസ്ത്രബോധമുള്ള യുക്തിബോധമുള്ള ആളാണ് ചോദിച്ചു, ശരിയാണ്, പറയുന്നതൊക്കെ സമ്മതിക്കാം, പക്ഷെ ഇതിനകത്തൊരു ശരീരമില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു ഉയർത്തെഴുന്നേറ്റ് വരും? പക്ഷെ ഒരുവൻ മരിച്ചവരെ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കുന്നു. കാരണം ഈ കല്ലറയ്ക്കകത്ത് ഒരു ശരീരം അവശേഷിക്കുന്നില്ല, ഇതിനകത്തൊരു ശരീരമില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാ പുനരുത്ഥാനം ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? അതിന് മറുപടിയാണ് നമ്മുടെ മുൻവാക്യത്തിൽ പൗലോസ് നൽകുന്നത്. ശ്രദ്ധിച്ചോ, മനുഷ്യ, നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്ര വിതയ്ക്കുന്നത്. ദൈവമോ അതതിന്റെ ശരീരം കൊടുക്കുന്നു. ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞു സസ്യശാസ്ത്രത്തിനകത്ത് നിന്ന്. രണ്ടാമത്തെ ഉദാഹരണം മനുഷ്യരുടെ മാംസം, കന്നുകാലികളുടെ മാംസം, പക്ഷികളുടെ മാംസം, മത്സ്യങ്ങളുടെ മാംസം, ജന്തുശാസ്ത്രത്തിനകത്തു നിന്ന് രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത് സൂര്യന്റെ തേജസ്, ചന്ദ്രന്റെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ്. പ്രകാശ ശാസ്ത്രത്തിനകത്ത് നിന്ന്, ജ്യോതിശാസ്ത്രത്തിനകത്ത് നിന്ന് മൂന്നാമത്തെ ഉത്തരം. അപ്പൊ എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറയുമ്പോൾ 3 ശാസ്ത്രത്തിന്റെ അകമ്പടിയില പുനരുത്ഥാനത്തിന് തെളിവ് നൽകുന്നത്. ഒന്നാമത് സസ്യശാസ്ത്രം, രണ്ടാമത്തത് ജന്തുശാസ്ത്രം, മൂന്നാമത്തത് ജ്യോതിശാസ്ത്രത്തിന്റെ ആ അടിസ്ഥാന ഘടകത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഉത്തരം നൽകിയ എങ്ങനെ പുനരുത്ഥാനത്തിന് ശാസ്ത്രീയമായി ഉത്തരം നൽകി. ഇതേ കണ്ടോ, ഗോതമ്പ് മണി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അത്യാവശ്യം പയർ വിത്തൊക്കെ ഇടുന്ന ആൾക്കാരാണ്. അപ്പം ഈ പയർ വിത്ത് നമ്മൾ കൊണ്ടുപോയി ഒരു ചില്ലുകുപ്പിക്കകത്ത്, ഗ്ലാസ്സിനകത്ത് ഒരു പയർ വിത്ത് ഇട്ട് വെച്ചാൽ, ഈ പയർ വിത്ത് മണ്ണിൽ അടക്കി കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പൊട്ടും. അടക്കിയത് പിന്നെ അവിടെ അവശേഷിക്കത്തില്ല. അതിനകത്തുനിന്നൊരു പച്ച നാമ്പ് തളിർപ്പ് പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അത് കണ്ടിട്ടാ പൗലോസ് പറയുന്നത്, വിതച്ച ഈ ശരീരമല്ല വരാൻ പോകുന്നത്, ഇത് മണ്ണിന് ചീഞ്ഞ വളമായാലും ഈ വിത്തിനകത്തുനിന്ന് ഒരു പുതിയ തളിർപ്പ് വരുന്നത് പോലെ മണ്ണിലടക്കം ചെയ്യപ്പെട്ട വിശുദ്ധന്മാരുടെ ശരീരം, യേശു ക്രിസ്തുവിന്റെ ശബ്ദം, അവന്റെ കാഹളം കേൾക്കുമ്പോൾ ഇതിനകത്തുനിന്ന് പുതിയൊരു ശരീരം ഉരുവായി വരാൻ പോകുന്നു. ഒരു വിത്ത് പൊട്ടി മുള വരുന്നത് പോലെ ഒരു പുത്തൻ ശരീരം മണ്ണിലടക്കം ചെയ്യപ്പെട്ട തന്റെ വിശുദ്ധന്മാർക്ക് യേശു ക്രിസ്തു നൽകാൻ പോകുന്നു എന്നുള്ള സസ്യശാസ്ത്രത്തിന്റെ അകമ്പടിയിലുള്ള സന്ദേശം. 2, ജന്തുശാസ്ത്രത്തിനകത്തുനിന്ന് മറുപടി അറിയാം. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മനുഷ്യന്റെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. കന്നുകാലികളുടെ മാംസം വേറെ. ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ, ബീഫ് കന്നുകാലി അല്ലെന്ന് ആരെങ്കിലും പറയൂ? ബീഫ്. അടുത്തത് പക്ഷികളുടെ മാംസം, ചിക്കൻ വേറെ. കുഴപ്പമുണ്ടോ അങ്ങനെ പറയുന്നത്? കോഴി പക്ഷിയാണല്ലോ അല്ലേ, ഉണ്ടോ എൻ്റെ കൂടെ? ചിക്കൻ വേറെ. മത്സ്യങ്ങളുടെ മാംസം വേറെ. ഇഷ്ടമുള്ളൂ നിങ്ങൾ എടുത്തു, മത്തിയോ ചൂരയോ അയിലയോ. ഇപ്പം നമ്മൾ ഒരു ദിവസം ബീഫ് മേടിച്ചാൽ അടുത്ത ദിവസം എന്ത് ചെയ്യും? ചിക്കൻ മേടിക്കും. ഇനി ചിക്കനും ബീഫും മേടിച്ച് അടുത്താൽ എന്ത് ചെയ്യും? മീൻ മേടിക്കും. അത് പല രീതിയിലുള്ള മീനുണ്ട്. എന്തിനാ ഇതിങ്ങനെ മാറി മാറി നമ്മൾ മേടിക്കുന്നത്? കാരണം നമുക്കറിയാതെ ഇതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്. ബീഫ് പോലല്ല ചിക്കൻ പോലല്ല മത്സ്യത്തിൻ്റെ മാംസം. ഇതിന് 3നും കൃത്യമായ വ്യത്യസ്തതയുണ്ട്. എന്തുകൊണ്ടാണ് വ്യത്യസ്തത? നിങ്ങളൊരു കന്നുകാലിയെ നോക്കുക, അവർക്ക് ഈ തണുപ്പ് വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ ഒരു സെറ്ററൊന്നും വേണ്ട, സെറ്ററും വെച്ച് സ്കാർഫൊന്നും കെട്ടണ്ട. അവർ സ്കാർഫൊന്നും കെട്ടാൽ ഇതുവഴി നടക്കും. ചൂടാകുമ്പോൾ അവർക്ക് എ സി വേണ്ട, ഫാൻ വേണ്ട, ചൂടത്തും നടക്കും, തണുപ്പത്തും നടക്കും. അപ്പോൾ അവന് ഈ പരിതസ്ഥിതിയോട് പടവെട്ടാൻ കഴിയുന്ന ഒരു ശരീരഘടനയും ശരീരവും ദൈവം കന്നുകാലിക്ക് കൊടുത്തിട്ടുണ്ട്. 2, മത്സ്യത്തെ നോക്ക്, അവൻ ഈ ഭൂമിയിലല്ല ജീവിക്കുന്നത്, അവൻ വെള്ളത്തിനടിയിലാണ് ജീവിക്കുന്നത്. അതിനാനുപാതികമായ ഒരു ശരീരമാണ് എന്തിനു കൊടുത്തിരിക്കുന്നത്? മത്സ്യത്തിന് കൊടുക്കുന്നത്. ഇനി പക്ഷിയെ നിങ്ങൾ നോക്ക്, അവൻ വെള്ളത്തിലുമല്ല കരയിലുമല്ല,
അവൻ ആകാശത്തിലൂടെയാണ് നടക്കുന്നത്. അതിന് പ്രാപ്തമായ ഒരു ശരീരമാണ് പക്ഷിക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ 3 4 ശരീരഘടനയെ ചൂണ്ടിയിട്ട് പറയുക, അത് ആ പക്ഷിയുടെ മാംസം വ്യത്യസ്തമായത് നിങ്ങൾ കണ്ടോ? കന്നുകാലി അവന് പറ്റിയ ഈ പരിസ്ഥിതിയിൽ ജീവിക്കാൻ, പക്ഷി അനന്തവിഹായുസിൽ പറന്നു നടക്കാൻ ആ പരിസ്ഥിതിക്ക് പറ്റിയത്, മത്സ്യത്തിന് വെള്ളത്തിന് അടിയിൽ ജീവിക്കാൻ പറ്റിയത്, മനുഷ്യന് ഈ കരയിൽ സഞ്ചരിക്കാനും സുഗമമായി ജീവിക്കാനും കഴിയുന്ന ഒരു ശരീരം നൽകിയ ദൈവത്തിന്. അവിടെ പൗലോസിന്റെ പോയിന്റ് കിടക്കുന്നത്, ഈ ജീവി ലോകത്തിനകത്ത് ഇത്ര വ്യത്യസ്തമായ മാംസഘടനകളോടുകൂടെ പല ജീവികളെ ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ് വരുന്ന തന്റെ ഭക്തന് സ്വർഗീയമായ ഒരു ശരീരം കൊടുക്കാൻ ആ ദൈവത്തിന് കഴിയും. വെള്ളത്തിൽ ജീവിക്കുന്നതിന് ഒരു ശരീരം കൊടുക്കാൻ കഴിയുന്നവൻ, കരയിൽ ജീവിക്കുന്നതിന് ഒരു ശരീരം കൊടുക്കാൻ കഴിയുന്നവൻ, വാനത്തിൽ ജീവിക്കുന്നവന് ഒരു ശരീരം കൊടുക്കാൻ കഴിയുന്നവൻ, സ്വർഗ രാജ്യത്തിൽ ജീവിക്കാൻ പോകുന്നതിന് അതിനാനുപാതികമായ ഒരു പുനരുത്ഥാന ശരീരം കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള അതിമഹത്തായ സന്ദേശം. മൂന്നാമത്തെ കാര്യം, ജ്യോതിശാസ്ത്രത്തിനകത്തും തെളിവ് പറയുക. എന്താ ജ്യോതിശാസ്ത്രത്തിനകത്തും തെളിവ് പറയുന്നത്? സൂര്യന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം, സൂര്യനെ നമുക്ക് നേരിട്ട് നോക്കാൻ പറ്റത്തില്ല, സൂര്യന്റെ പ്രഭയ്ക്കകത്തുനിന്ന് ചന്ദ്രൻ വരുന്നു. ചന്ദ്രനെ നമുക്ക് നേരിട്ട് നോക്കാൻ പറ്റുന്നു. 2 നക്ഷത്രങ്ങളെ ഇപ്പൊ നോക്കിയാലും കാണും. ഒരു നക്ഷത്രം കണ്ണ് ചിമ്മും, ഒരെണ്ണം അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കും. അതുകൊണ്ട് നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട്. നോക്കിക്കേ, ഇത് വ്യക്തമാക്കാൻ നമ്മുടെ ഒരു 90കളുടെ വീട്ടിൽ പോയാൽ മതി. അന്ന് ഇതുപോലത്തെ വൈദ്യുതി ട്യൂബ് ലൈറ്റുകളൊന്നും വരാത്തൊരു കാലം. അപ്പോൾ അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന 30, 60, 110 വോൾട്ടേജ് ഉള്ള ബൾബാണ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഈ 60 ബൾബ് ഉപയോഗിച്ച് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു വെട്ടമില്ല. അപ്പോൾ അപ്പം പോകുമ്പം അന്ന് 110 ഒരു ബൾബ് മേടിച്ചുകൊണ്ട് വന്ന് നമുക്കൊരു സന്തോഷമാണ്, കുറച്ചുകൂടെ വെട്ടം കിട്ടും. 60 ബൾബ് നിങ്ങളിതൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ഇരിക്കുക പറ്റും. അപ്പോൾ ഈ 60 ബൾബിന് അത്ര ശോഭയില്ലെങ്കിൽ 110 ബൾബ് കൊണ്ടുവന്നിടുമ്പോൾ എങ്കിലും ഒരു ശോഭയുണ്ടാകും. അത് നോക്കിയിട്ടാണ് പറയുന്നത്, ഈ 2 ബൾബുകൾക്ക് വ്യത്യസ്ത പ്രകാശമുള്ളതുപോലെ, ഈ സൂര്യനും ചന്ദ്രനും വ്യത്യസ്ത പ്രകാശമുള്ളതുപോലെ, നക്ഷത്രത്തിനും വ്യത്യസ്ത പ്രകാശമുള്ളതുപോലെ, പുനരുത്ഥാനത്തിൽ എൻ്റെ മേലേക്ക് ഈ ശരീരം മാറ്റപ്പെടുകയല്ല, സ്വർഗത്തിന് ആനുപാതികമായ ഒരു ശരീരം മാത്രമല്ല, എൻ്റെ മേൽ ഒരു തേജസ് കൂടെ വരാൻ പോകുന്നു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനെ കുറിച്ച്, അവന്റെ മറുരൂപം അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടപ്പോൾ മത്തായി അവനെ കുറിച്ച് എഴുതി, ഉലകത്തിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അവന്റെ വസ്ത്രം ശോഭിച്ചു, അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി, അവൻ വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് വിശുദ്ധ വചനം പറയുമ്പോ, ഭക്തൻ പുനരുത്ഥാനത്തിന്റെ ശരീരത്തിൽ എഴുന്നേറ്റ് വരുമ്പോ ആർക്കും നോക്കുവാൻ കഴിയാത്തതുപോലെ തേജസ്സിന്റെ ഒരു പകർച്ച അവന്റെ മേൽ നടക്കാൻ പോകുന്നു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തേജസ് കൊണ്ട് ദൈവം എന്നെ ആവരണം ചെയ്യാൻ പോകുന്നു. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് പൗലോസ് മറുപടി നൽകിയ, യേശു ഉയർത്തെഴുന്നേറ്റ് കേട്ടോ. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. ഏത് ശരീരത്തോടുകൂടെ വരുമെന്ന് പറയുമ്പോൾ പൗലോസ് നൽകുന്ന ഉത്തരവിതാ, ഇതാ ഈ വിത്തിന് മുളപൊട്ടി വേറൊരു വിത്തായി വേറൊരു മുളയായി കയറി വരാൻ കഴിയുമെങ്കിൽ, ഈ മൃഗലോകത്തിനകത്ത് വ്യത്യസ്തതരം മാംസങ്ങൾ കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഈ വാനശാസ്ത്രത്തിനകത്ത് വ്യത്യസ്തതരം വെളിച്ചങ്ങളെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അങ്ങനെ വ്യത്യാസം കൊടുത്ത ദൈവത്തിന് അപമാനത്തിൽ വിലക്കപ്പെട്ടവനെ തേജസ്സിൽ ഉയർപ്പിക്കാൻ, ബലഹീനതയിൽ വിലക്കപ്പെട്ടവനെ ശക്തി ഉയർപ്പിക്കാൻ, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടവരെ അദ്രവത്വത്തിൽ ഉയർപ്പിക്കാൻ, മധ്യമായത് അമർത്തത്തെ ധരിക്കുന്ന ഒരു പുനരുദ്ധാനത്തിന്റെ പകലുണ്ടാകാൻ പോകുന്നു. എനിക്കറിയാം, ഞാൻ ഈ സന്ദേശം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്കൊരു ആശങ്കയുണ്ട്, നമുക്ക് ഭൗമികമായ എന്തെങ്കിലും പറയുമ്പോൾ പ്രത്യാശയുടെ അളവ് കൂടുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വയനാട്ടുകാരെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും കാഹളത്തിന്റെ നാദം കാതിൽ കേൾക്കുമ്പോൾ, തേജസ്സിന്റെ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ സംഘത്തിന്റെ കൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മളെ പോലെ അരിഷ്ടന്മാരാരുമില്ല, നമ്മളെ പോലെ നിർഭാഗ്യന്മാരാരുമില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം, സമയം അവസാനിക്കും. ഇപ്പൊ നമ്മൾ ഈ മണ്ണിൽ നേടുന്നതൊന്നുമല്ല കേട്ടോ ഏറ്റവും വലിയ നേട്ടം. നേടുന്നത് നേടാം, അതിന് അഭിനന്ദനമുണ്ട്, അതിനെല്ലാ പ്രോത്സാഹനങ്ങളും തരും, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് എൻ്റെ പ്രാർത്ഥന.
പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നത് ഈ ലോകത്തിലെ സമൃദ്ധിയല്ല ദൈവം വിശുദ്ധന്മാർക്ക് വെച്ചിരിക്കുന്ന നന്മ. 3 തെളിവ് ഞാൻ പറയാം. നമ്മള് സാമ്പത്തിക സമൃദ്ധി വേണ്ടെന്നല്ല, എല്ലാ നന്മകളും ദൈവം തരും. പക്ഷെ ആ നന്മകളിലേക്കല്ല കണ്ണുപതിക്കേണ്ടത്. 3 തെളിവ് ഞാൻ പറയട്ടെ, വേഗത്തിൽ പറയാം. ഒന്ന്, ഈ യാബോക്കിന്റെ കടയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയാ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയല്ല. അപ്പച്ചനോടൊരു ചോദ്യം ചോദിക്കണം. അപ്പച്ച, ഒരു വടിയോടുകൂടെ പോയ ആള് 2 കൂട്ടമായിട്ട് വന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, എന്നെ ഇനി അനുഗ്രഹിക്കണം. ഇനി എങ്ങോട്ട് അനുഗ്രഹിക്കാനാ? ഏശാവിനേക്കാളും നന്മകളുണ്ട്. അവൻ പോയതിലധികം നന്മകളോടെ മടങ്ങി വരുമ്പോൾ അവൻ പ്രാർത്ഥിക്കുക, എന്നെ അനുഗ്രഹിക്കണം. അവൻ പ്രാർത്ഥിച്ചത് ഭൗമികമായ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല. അപ്പനെ വഞ്ചിച്ച, സഹോദരനെ വഞ്ചിച്ച, അമ്മായിയപ്പനെ വഞ്ചിച്ച, എൻ്റെ മേൽ കിടക്കുന്ന ആ വഞ്ചനയുടെ പേര് മാറിപ്പോയിട്ട് ദൈവം എന്നെ, ആ യാക്കോബ് പണ്ട് പേര് ചോദിച്ചപ്പോ ഇസ്ഹാക്കിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഈ ചോദിച്ചു, നിന്റെ പേരെന്നാ, നീ ആരാ? അവൻ പറഞ്ഞു, ഞാൻ ഏശാവാ, വേട്ടയിറച്ചിയായിട്ട് വന്നതാ. അന്ന് പറഞ്ഞ കള്ളവാണ് ദൈവം യാബോക്കിന്റെ കടവിൽ വെച്ച് തിരിച്ചു ചോദിച്ചത്. അവൻ ആരാന്ന് അറിയാൻ മേലാഞ്ഞിട്ട് ദൂതൻ ചോദിച്ചതല്ല. ദൂതൻ ചോദിച്ചു, നീ ആരാ? അന്ന് അവൻ പറഞ്ഞത്, ഞാൻ ഏശാവല്ല, ഞാൻ യാക്കോബാ. അന്ന് ദൈവം പേര് മാറ്റി വിളിച്ചത്. എന്നൊരു സ്വഭാവ രൂപീകരണം നടക്കുന്നു. അന്ന് ആ വിശ്വാസി അനുഗ്രഹിക്കപ്പെടുന്നത്. 2 95 സങ്കീർത്തനം 10 വാക്യത്തിലാണ്, എനിക്ക് 40 ആണ്ട് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു. ദൈവത്തിന് 40 ആണ്ട് ഒരു ജനത്തെ ഇഷ്ടമല്ലായിരുന്നു. ഏതാ ജനം? മരുഭൂയാത്ര ചെയ്ത ഇസ്രായേൽ ജനം. അയ്യോ, എന്നെ അനുഗ്രഹിക്കപ്പെട്ട യാത്രയാണെന്നറിയോ? ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകണ്ട, കാരണം വസ്ത്രം ജീർണിക്കുന്നില്ല. ഫുഡ്വെയർ ഷോപ്പിലും പോകണ്ട, ചെരുപ്പ് തേയത്തില്ല. ഇനിയും പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിലും പോകണ്ട, ബീഫ് മേടിക്കാൻ ചന്തയിലും പോകണ്ട. കാടപ്പക്ഷി പറന്നു വരുന്നുണ്ട്, മഞ്ഞ പൊഴിഞ്ഞിറങ്ങുന്നുണ്ട്. ഇതുപോലത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്ര വേറെ ഉണ്ടോ? പക്ഷെ ദൈവം പറഞ്ഞു, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമായിരുന്നു. നീരസം. അത്ര രസത്തിലല്ലായിരുന്നു ഞാൻ അവരുമായിട്ട്. ഞാൻ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും ഞാനും ദൈവമാണെന്ന്, ദൈവവും രസത്തിലാണെന്ന് വിചാരിക്കുന്നത് ഒരു അബദ്ധമായിരിക്കും ഇന്ന് രാത്രി. പക്ഷെ ദൈവം അവർ പിറുപിറുക്കുന്ന ഒരു ജനമാ, മത്സരമുള്ളൊരു ജനമാ എന്നൊരു സ്വഭാവ രൂപീകരണം ദൈവത്തിന്റെ ജനത്തിൽ നടക്കുന്നു. ദൈവം നോക്കുന്നത് നിങ്ങൾ എത്ര ഭൗമിക നന്മ പ്രാപിച്ചെന്നല്ല, എത്രത്തോളം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ കർത്താവ് വളർന്നുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ തെളിവ് പുതിയ നിയമത്തിനകത്ത് ലവോദിക്ക സഭ പറയുക, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, എല്ലാ ബാലൻസും ഉണ്ട്, ഞങ്ങൾ സേഫ് ആണെന്ന് പറഞ്ഞപ്പോൾ ദൈവം തിരിച്ചു പറയുക, എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും നഗ്നനും കുരുടനും എന്നറിയാതിരിക്കാൻ. സഭ പറഞ്ഞു, ഞങ്ങൾ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരാ. ദൈവം പറഞ്ഞു, അരിഷ്ടനാണ്, നഗ്നനാണ്, കുരുടനാണ്. എന്താ സംഭവിച്ചത്? സഭ അനുഗ്രഹം വളർന്നതും ദൈവ അനുഗ്രഹം വളർന്നതും തമ്മിൽ മാറിപ്പോയി. സഭ വളർന്നത് ഭൗമിക നന്മ വെച്ചും ദൈവം വളർന്നത് കൊടുത്ത ദർശനത്തിന്റെ വിശ്വസ്തത വെച്ചുമാണ് ദൈവം വളർന്നതെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എല്ലാ ഭൗമിക നന്മകളും ദൈവം നൽകും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മാന്യതകളും ദൈവം നൽകും. പക്ഷെ അതിലുപരി ദൈവം നോക്കുന്നത് അങ്ങേ രാജ്യത്തിൽ ചേരാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുണ്ടാകുന്ന. ഇന്ന് രാത്രി എന്റെ മരണം സംഭവിച്ചാൽ, ഇന്ന് രാത്രി ഈ മണ്ണിൽ എന്റെ കണ്ണടഞ്ഞാൽ, അല്ല കർത്താവിന്റെ കാഹളം വാനമേഘത്തിൽ മുഴങ്ങിയാൽ, ഞാൻ പുനരുത്ഥാന ശരീരത്തോടെ രൂപാന്തരപ്പെടാൻ കഴിയുന്ന ഒരുക്കം എനിക്കുണ്ടായിട്ടുണ്ടോ? ഇന്ന് രാത്രി ഈ ശബ്ദസീമയ്ക്കകത്ത് എന്നെ കേൾക്കുന്ന ദേശത്തോട്, എന്റെ മുൻപിലിരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? പുനരുത്ഥാനത്തിന്റെ ശരീരവുമായി ഉയർത്തെഴുന്നേറ്റ് വരാൻ നമുക്ക് കഴിയുമോ? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഒറ്റ വാക്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെ ഈ പുനരുത്ഥാനത്തിൽ ഭാഗവാക്കാൻ കഴിയും? റോമാലേഖനം 6-ാം അധ്യായം പറയുന്നു, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. എന്താണ് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്നത്? കുരിശിൽ പോയി കയറാനല്ല, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്
സ്നാനജലത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോ അവന്റെ മരണത്തോടും അടക്കിനോടും നാം ഏകീഭവിക്കുകയാണ്. അങ്ങനെ സ്നാനപ്പെട്ട് കർത്താവിന്റെ ക്രൂശിനോട് നാം ഏകീഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തോടും നമുക്ക് ഏകീഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ജനമാണ് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ അവസാനത്തെ ചോദ്യം ചോദിക്കുന്നവരാണ്. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മേരി ജോൺ തോട്ടത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം, മേരി ജോൺ തോട്ടത്തിൽ ഒരു കവിയത്രി, അദ്ദേഹം ഒരു മഠത്തിലെ അന്തേവാസിയാണ്, ഒരു കന്യാസ്ത്രീയാണ്. അദ്ദേഹം ദൈവം കൊടുത്ത ചിന്തകളൊക്കെ കൂട്ടിയിണക്കി എഴുതിയതാണ്. ഒരിക്കലും ജഡത്തെയും ജഗത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഒരിക്കൽ മരണം സംഭവിക്കും, ഇവിടെ ഉള്ളതെല്ലാം വെച്ചിട്ട് പോകണം. പക്ഷെ ഇന്ന് രാത്രിയിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവജനം പറയും, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. പക്ഷെ ആത്മാഭിമാനത്തോടെ, ആകാശം വിട്ടുന്ന അഭിമാനത്തോടെ ഈ രാത്രി ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ ഉയർത്തി വിളിച്ചു പറയാൻ കഴിയും. ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ഒരു നിർമ്മിത കഥയല്ല, ഒരു സാങ്കല്പിക കഥയല്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും മരണത്തെ ജയിച്ച് ഒരു ഉയർപ്പുണ്ടാകാൻ പോകുന്നു. ഞങ്ങൾ ഈ മണ്ണിൽ ഞങ്ങളുടെ കണ്ണടഞ്ഞാലും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തേജസ്സിന്റെ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം ഉണ്ടാകാൻ പോകുന്നു. വചനം പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അവൻ സകലവും ധരിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എത്ര പേര് ഇന്ന് രാത്രി പ്രത്യാശയോടെ ആത്മമണവാളന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. അല്ല, അതിന് മുൻപ് എന്റെ മരണം സംഭവിച്ച ഈ ക്രിസ്തീയ സന്ദേശം എന്റെ പ്രത്യാശ അവസാനിക്കുന്നില്ല. ഞാൻ കാത്തിരിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല, ഭൗമിക നന്മകൾക്ക് വേണ്ടിയിട്ടല്ല, മരണത്തെ ജയിച്ചുയർത്ത എന്റെ ആത്മമണവാളന്റെ മടങ്ങി വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ പാടി ആരാധിച്ച ഗാനം അതാണ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാൻ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിതാതെ ഓടിയിടുക, മണവാളൻ വരാൻ സമയമായി. ഈ ലോകം അസ്തമിച്ചു പോയാൽ, ഈ ലോകരാജ്യം തീർന്നു പോയാൽ, അതിനപ്പുറത്തൊരു മേലോകരാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. രോഗമുള്ള, കഷ്ടമുള്ള ഈ ശരീരം തകർന്നു പോയാൽ ഇതിനപ്പുറത്ത് തേജസ്സുള്ള ഒരു ശരീരം തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. കല്ലറകൾ ഭേദിച്ച് വിശുദ്ധന്മാർ ഉയർത്തു വരുന്നു. ഇത് പെന്തക്കോസ്തിന്റെ സന്ദേശമല്ല, ഇത് ക്രിസ്തുവിന്റെ സന്ദേശം, ഇത് ബൈബിളിന്റെ സന്ദേശം, ഇത് ലോകത്തിലെ മുഴുവൻ മാനവരാശിയോടുള്ള സൃഷ്ടിതാവിന്റെ സന്ദേശമാണ്. ഇത് നിത്യ ജീവന്റെ സന്ദേശമാണ്.